ഇന്നത്തെ സ്പെഷ്യല് ബീഫാണ്. ബീഫിൻ്റെ കൂടെ എന്നിട്ടാണ് സാധനം ബീഫിൻ്റെ കൂടെ ചക്ക. എന്നിട്ട് ചക്ക ബിരിയാണി, കപ്പ ബിരിയാണി എന്നൊക്കെ പറയണ പോലെ ചക്ക ബിരിയാണിയോ ചക്കപ്പുഴുക്കോ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ബീഫാണ് കേട്ടോ. ബീഫ് ഇതെന്തെങ്കിലും പറയാം. ബീഫ് ഇതിങ്ങനെ ഇരിക്കാൻ കാരണം മഞ്ഞൾപ്പൊടിയും അതുപോലെ വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കളറിലിരിക്കണേ. അപ്പോൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ വേവിച്ചിട്ട് മാറ്റും. അതിന് ശേഷം ആവശ്യത്തിന് ഉള്ളതെടുത്തിട്ട് ചക്കയിലിടും, പിന്നെ കുറച്ച് കറിയാക്കി വയ്ക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ, ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതാണ്. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ആദ്യം കുറച്ച് സവോള, അതേപോലെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചത്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതെങ്ങനെയാണെന്ന്. അത്യാവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞാൽ ഓകി. അപ്പോൾ ഇന്നത്തെ ചക്കപ്പുഴുക്കിനുള്ള ചക്ക ദാ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കി ഇതേപോലെ ദേ പീസായിട്ടാണ് എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ഇത് ക്ലീനാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രം. അതായത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇനി കുരും ഇതിൻ്റെ ഈ സംഭവത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ കൂടി കളഞ്ഞ് കുരെല്ലാം കളഞ്ഞ് ചെറുതാക്കി എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചക്കയുടെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതേപോലെ കുരു മാറ്റാം, ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞെടുക്കാം. ഇവിടെ ഒരു ഭാഗം കൂടി ഉണ്ട്, ആ ഭാഗം കൂടി എടുക്കാം. കുരു നമ്മൾ കുറച്ചെടുക്കും കേട്ടോ. കുരു വേണിയല്ലേ, കുറച്ച് കുരു നമുക്ക് ഇടാം അല്ലേ. ദിയ വന്ന് ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. നീ അങ്ങനെ മടിച്ചായിട്ട് അവിടെ ഇരിക്കണ്ട, വേഗം വാങ്ങിട്. സോന കുക്കർ ഇപ്പോൾ വിസിൽ വരും കേട്ടോ. അപ്പോൾ വിസിൽ വന്ന് എനിക്കൊന്ന് ചെറുതാക്കി വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ കിടന്നാവുന്നുണ്ട്. നമുക്ക് ചക്ക വേഗം റെഡിയാക്കി എടുക്കാം. ഇത് ഇനിയും പീസാക്കില്ലയോ ചെറുതും കൂടി? ഇത് കുറച്ചും കൂടി ചെറിയ പീസുകളാക്കാം. ഒരു പകുതി ഇങ്ങനത്തെ പീസ് മതി. എന്താ വെച്ചാൽ ഇത് ഉടയൂലോ, നമ്മൾ കുക്കറിൽ ഒറ്റടി അങ്ങനെ അടിക്കാം. അല്ലെങ്കിൽ ഇതിലിട്ടാലും പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു. ഇത് കണ്ട നല്ല നൂറുള്ള ചക്ക, ഇതൊക്കെ കണ്ടാ നോക്കിയേ, നല്ല നൂറുള്ള ചക്ക എന്ന് ഇങ്ങനെ പറയാം. നല്ല പൊടി ചക്ക. അപ്പോൾ പെട്ടെന്ന് വേവും, നല്ല ചക്കയാണ്. വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി വെച്ചിട്ട് വാ. ചക്കക്കറി കഴിച്ചിട്ട് കുറേ നാളായി. കഴിഞ്ഞ ദിവസം കൂടി ലൈവിൽ ആരോ വന്നിട്ട് ചക്കക്കറിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കൊതി വന്നതാണ്. പിന്നെ അതേപോലെ കപ്പ. അപ്പം എന്തായാലും ചക്കക്കറി കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇനി ഞാൻ പച്ചച്ചക്ക കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ഭാഗ്യമുണ്ട്. ഒരു ചക്ക എടുത്തരോ. സോനയ്ക്ക് ചക്ക ഇഷ്ടല്ലേ? ചക്ക ഇഷ്ടമാണ്, എന്നാ ഭയങ്കര കൊതിയില്ല. ചക്കയും ബീഫാണ് ഇഷ്ടം, കപ്പയും ബീഫാണ് ഇഷ്ടം. കപ്പയും ബീഫാണ് ഇഷ്ടം. ആണോ? പക്ഷെ ചക്കയും ബീഫും കൂടി കഴിച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് തോന്നും ഇതാണ് ഇഷ്ടം. കാരണം ഈ നല്ല നൂറുള്ള ചക്കയുടെ കൂടെ ബീഫ് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ അതിനെക്കാട്ടി ഇച്ചിരി കൂടി ഇഷ്ടം കപ്പയാണല്ലേ? കപ്പ. പക്ഷെ ഇത് കുറെ കഴിക്കാനും പറ്റില്ല, അതാണ്. ഇതൊന്നും നമുക്ക് കുറെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ചക്കയോടും കപ്പയോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കോട്ടയം അച്ചായമാരൊക്കെയാണ്. അവർക്ക് എന്താ പറയാ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇത് തന്നെ കഴിച്ചാലും അവർക്ക് സന്തോഷമാണ്. നമ്മളൊക്കെ പക്ഷെ കുറച്ചൊക്കെ ഒരു ലിമിറ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്താണ് ഒന്നുകൂടി പറഞ്ഞേ? എപ്പോഴും കഴിക്കണില്ല, വല്ലപ്പോഴേ കിട്ടണുള്ളൂ. അതെ, കൊതിയാ. അത് ശരിയാണ്. ഓകിമ്മ കൊതിച്ചിപ്പാറു കൊതിയാവണുണ്ടാ? ആൾക്കൊരു കഷ്ണം കൊടുത്തു, അവൾ കഴിച്ചില്ലല്ലേടി? അപ്പം അത് കഴിച്ചിട്ടുണ്ടാവും. അധികം കൊടുത്താൽ ശരിയാവില്ല. നോക്കി കിടക്കുകയാണ് ഇങ്ങനെ. നല്ല
100 ചക്ക. പച്ചയും കഴിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വറവൽ പലഹാരം നമ്മളത് ഒഴിവാക്കിയതുകൊണ്ട് വറുത്ത് വെച്ചാൽ പിന്നെ അതന്നെ ഇങ്ങനെ. അതൊരു ഐഡിയ ഞാൻ മറന്നു. വറുത്ത് വെക്കണം. പക്ഷെ എണ്ണ വറുത്ത് ഇപ്പൊ കഴിയുന്നത് എനിക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. പിന്നെ ദീ എങ്ങനെ ഇത് തിന്നോണ്ടിരുന്നാൽ ശരിയാവില്ല. അവർക്കും പറ്റില്ല. ആ, അപ്പൊ അതുകൊണ്ട് എണ്ണയിൽ വറുത്ത സംഭവം വേണ്ട, ഒഴിവാക്കാം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതേ മക്കളെ, ഞങ്ങളുടെ ചക്ക നന്നാക്കൽ ഇവിടെ കഴിഞ്ഞു. കുറച്ച് ചക്കക്കുരു അതിൻ്റെ കൂട്ടത്തിലെടുത്തു, ചക്കയും നന്നാക്കി എടുത്തു. പിന്നെ അതാ ബാക്കി വന്ന ചക്കക്കുരു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേഗം കറിയാക്കാം. ആ, തുറന്നു നോക്കട്ടെ. നല്ലോണം എന്തുണ്ടോ നീ ഒരു പീസ് എടുത്ത് നോക്കിക്കോളൂ. സ്പൂൺ എടുക്ക്. സ്പൂണിൻ്റെ തന്നെ കയ്യിലുണ്ട്. വെന്തിട്ടുണ്ടാവില്ലേ? കഴിച്ചു നോക്കിയായിരുന്നു. നല്ലോണം എന്താ നല്ലോണം എന്താ എന്താ അളിഞ്ഞാ? കുറച്ചുകൂടെ ഞാൻ മസാല നല്ലോണം വെന്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ചക്കയിലേക്ക് ഇടാം. തേങ്ങ ഒക്കെ പൊടിച്ചെടുക്കണേ വേഗം. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള പരിപാടികളിലോട്ട് വേഗം കിടക്കാം കേട്ടോ. സോനയ്ക്ക് ഒരെണ്ണം കഴിച്ചപ്പോൾ ഒരെണ്ണം കൂടി കഴിക്കണം തോന്നി. ഇതാ സോന ഒരെണ്ണം കൂടി കഴിക്കുകയാണ്. ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ഉപ്പിൽ വന്നത് നല്ല രസമാണ്. ഓകിക്കണോ അവിടെ? ഓ, കാത്തിരിക്കുകയാണ് ഇങ്ങനെ. അയ്യോ, സോനയുടെ കൈ കൂടി ഇപ്പൊ കടിച്ചെടുത്തന്നെ. അവളിങ്ങനെ കൊതിച്ചിരിക്കട്ടോ. അതൊക്കെ ബീപ്പ് വേണോ? ബീപ്പും ചക്കയും ബീപ്പും ചോറിട്ട് കൊടുക്കാം. എന്റെ പൊന്നെ, വിശന്ന് ഒരു മാസമായിട്ടൊന്നും കഴിക്കാണ്ടിരിക്കണ പോലെയാണല്ലോ. മാറ്റി വയ്ക്കാം. അപ്പൊ ഇത് നമുക്ക് കുറച്ചേ ഇത്ര മതിയില്ലേ മാറ്റി വയ്ക്കാനായിട്ട്. വേറൊരു ദിവസത്തേക്ക് ഇത് വേറൊരു ദിവസം വയ്ക്കാം. ഇതെടുക്കാം. ഇതൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ആണ്. ഒരു 2 ടീസ്പൂൺ ദിയന കുത്തിയാ തെന്നി വീണേച്ചെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നെ. ഇപ്പൊ നോക്കിയാലും അവള് തെന്നി വീഴും. കാശ്മീരി മുളക് പൊടി ഇത്ര മതിയില്ലേ? മതിയിടോ. മസാല, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി തീയെടുത്തോ. കുറച്ച് ഗരം മസാല മതി. നേരത്തെ നമ്മൾ വേവിച്ചപ്പോൾ ഗരം മസാല ഇട്ടണോണ്ട് പെരുജീരക ഈ ഗരം മസാലയിൽ ഉണ്ട്. പിന്നെ അധികം വേണ്ട. ഇന്ന് ഇന്ന് ചോറും ബീഫുമാണ്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ. ഇനിയിപ്പോൾ പെരുജീരകവും പട്ട കറിയാൻ മസാല നമ്മൾ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അരച്ചൊക്കെ ചേർക്കാം. പക്ഷേ മീറ്റ് മസാല ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ എന്നാലും ഞാൻ ജീരകം ഇടും. കാണാതെ പെരുജീരകോ അല്ല ഇട്ടോളൂ. അല്ല, ചെറിയ ജീരകം ഇടൂലേ? ചെറിയ ജീരകം. അപ്പൊ നീ ചെറിയ ജീരകം പൊടിച്ചു വെച്ചെടുത്തതിയാ അടുത്തത്. അപ്പൊ എന്തായാലും കുറച്ച് ചെറിയ ജീരകം എടുത്ത് നമ്മുടെ വയറിന് നല്ലതാണ്. അത് സത്യാസോന പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടി എടുക്കാം. പിന്നെ അതെ നമ്മുടെ ഉലുവ പൊടിച്ചിരിപ്പുണ്ട്. ഉലുവ പൊടിച്ച മേലെ ഉണ്ടാവും. ഉലുവ മുഴുവൻ മാറി നിങ്ങളോട് പറഞ്ഞ നീ എടുത്തു കഴിയുമ്പോഴത്തേനും ഇന്ന് മണിക്കൂർ കണ്ടോ നിങ്ങൾ എടുക്കാം. ബീഫും മസാലയും നേരെ. അപ്പൊ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചതുണ്ട് കേട്ടോ. അതെ, ഉലുവ പൊടിച്ച് വെച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട്. അതും നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുതിർത്തെടുക്കാം. നമുക്ക് പായസം വെക്കായിരുന്നല്ലേ രസം. കുറച്ച് ദിവസമായിട്ട് പായസം വെക്കാൻ ഭയങ്കര ആഗ്രഹം. പായസം എന്ത് പായസം വെക്കാനാ? ഇവിടെ സേമിയൊന്നും ഇല്ലല്ലോ. അടപ്രഥമനായിരിക്കും. പരിപ്പും അതിന്റെ പരിപ്പിന്റെ സാധനം വേണ്ടേ? അതൊന്നും. അപ്പൊ അതേ മസാല ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കുറച്ച് സേമിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇതേപോലെ നല്ലോണം വെള്ളത്തിൽ കലക്കി. അതെപ്പോഴും പിന്നെ ഉണ്ടാക്കാന്ന് പറയുള്ളൂ. എന്നാ വേണമെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നോ, ഞാൻ ഉണ്ടാക്കി തരാം, കുഴപ്പമില്ല. വേണ്ട, പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതേ മസാല എല്ലാനും നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നല്ലതൊന്നും ചോദിക്കരുത്, പക്ഷെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിനി ഇത് താളിച്ചെടുക്കാം. വരട്ടെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവിയിലാണ് എടുക്കണത്. ചെയ്യാ
കുറച്ച് ഗ്രേവി ഉള്ള പോലെ തല്ല് പിടിക്കാണ്ട് അടങ്ങി ഒതുക്കി രണ്ടെണ്ണം കൂടി. അപ്പോൾ നമുക്കിനി ആദ്യം നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സോനയ്ക്കിന്ന് കഴിക്കണ്ട. അത് കഴിഞ്ഞിതാ നമുക്ക് ഈ സവോളയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ ഉഷാറായി. തേങ്ങ അപ്പോൾ ഇതാ ഇനി ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വാടട്ടെ. തക്കാളി വേണ്ട, തക്കാളി കിട്ടാക്കണ്ടല്ലോ. വയറുവേദനയുള്ള ആൾക്കാരൊന്നും ഇത് കഴിക്കാൻ പാടില്ല. ടേസ്റ്റ് മാത്രം നോക്കുന്നുള്ളൂ. അല്ല, വയറുവേദന എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ഇത് കഴിച്ചാലുണ്ടല്ലോ പിന്നെ വയറുവേദന കൂടും. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇടാട്ടോ, ഒന്ന് വേഗം ഒന്ന് വാടി കിട്ടട്ടെ. നമ്മുടെ ബീഫിൽ എന്തോ ഒരു ഉപ്പുണ്ട് നോക്കിയിട്ട് കിട്ടാതിട്ടാ. കടലമ്മേൻ്റെ സ്പെഷ്യലാണ്. ആടി, ഇത് കടലമ്മേൻ്റെ സ്പെഷ്യലാണ്. ഇതിനെ ഞാൻ വാവാന്ന് വിളിക്കണോ? പിന്നെ കടലമ്മ എന്ന് വിളിച്ചേക്കരുത്. കുറച്ച് നാളുകളായിട്ടേ ഇവിടെ വേണ്ട പറയില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. കൊച്ചിന് ഞങ്ങൾ വാവേന്ന് വിളിക്കുള്ളൂ ഇനി. വാവേ എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ ഓർഡർ. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ പിടിക്കേ. അപ്പോൾ സോനാപ്പിക്ക് വയറുവേദന എടുത്തിട്ട് സോനാപ്പി പോയി. അപ്പോൾ നമ്മൾ ബിയാപ്പിയുടെ കയ്യിൽ അവിടെ നിൽക്കണ്ട. അപ്പോൾ അടിച്ചു വാരണത് നീ അവളുടെ കൊടുത്തിട്ട് നീ ഇടുക. അവിടെ പോയി മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോരായിരുന്നാ? തേങ്ങ വിളി ചെരുവിക്കോളൂ. നീ ചെരുവില്ല തേങ്ങ? എന്തിപ്പം തന്നെ വിളിച്ചേ? വാവ് ചെരുവില്ലേ? എടി, ഇന്നലെ മുതൽ എന്നെ കൊണ്ട് ചട്ടം കെട്ടിച്ചേക്കുന്നതാണ് ഇനി വാവാന്ന് വിളിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ കുതിർത്ത് വെച്ചേക്കണ മസാലയാണ് ഇനി അടുത്തതായിട്ട് ഇട്ടേക്കണം. നന്നായിട്ട് ഇതൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കുന്ന സോന. നീ അവിടെ പോയി ഇരിക്കി, തേങ്ങ ഞങ്ങൾ ചരുവിക്കോളാ. അവള് പിന്നെയും വാക്കത്തി കൊണ്ട് പോണ്ട്. വയറ് വേദന എടുത്തിട്ട് അവൾക്ക് വയ്യ. അന്ന് അവൾക്ക് മിണ്ടാതെ എവിടെയെങ്കിലും കുത്തിയിരുന്നാ പോരെ. ദേ അവള് കത്തി എടുത്തിട്ട് പോണ്. എവിടേക്ക് നീ പോണേ കത്തി എടുത്തിട്ട്? തേങ്ങ അത് അവള് ചരുവിക്കോളും. നീ അവളുടെ കൊടുത്തേ. വാവയ്ക്ക് വൈകിയ നാളെ നിന്റെ നാളൊക്കെ ഞങ്ങൾ സഹിച്ചു. മര്യാദ തേങ്ങ പിടിച്ചോ. കൊഞ്ചരുന്നിട്ട് തീയാ. ഇതേ ഒരുത്തിനോട് വയറുവേദന എടുത്തിട്ട് എവിടെയെങ്കിലും പോയി അടങ്ങിയത് ഇരിക്കാൻ പറഞ്ഞാൽ ഇതേ ഇവിടെ തേങ്ങ പിടിച്ചിരിക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോലെ. അതെ അവളുടെ കൊടുത്തേ, അവള് ചരുവിക്കോളും. ഞാൻ പൊട്ടിച്ചല്ല ചെലവ്. ഓഹോ, തേങ്ങ വെള്ളം ഞങ്ങള് കുടിക്കാതിരിക്കാനുള്ള പരിപാടിയല്ലേ? എന്തിനടി ചെയ്തവളെ? തേങ്ങ വെള്ളം ഇത് നോക്കിയേ, രണ്ടും കൂടി കിടന്നിട്ട്. എന്നാ മമ്മിയുടെ വാവ പോയിട്ട് തേങ്ങ ചെരുവ് നല്ല മോളായിട്ട് കേട്ടാ. വെറുതെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക.
എടി നീ അവിടെ പോയിട്ട് ഇരിക്കേണ്ട സോന. നിങ്ങളുടെ കളി നോക്കിയോണ്ടിരുന്നാലേ ഇന്ന് ഇറച്ചിക്ക് മസാല ഉണ്ടാവില്ല, കരിഞ്ഞു പോകത്തെ. അപ്പം ആ ബാക്കി വന്ന ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇറച്ചി വേവിച്ച വെള്ളം ഇട്ടിട്ടാണ്. ആ ഇറച്ചി വേവിച്ച വെള്ളം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതങ്ങട് നന്നായിട്ട് അങ്ങട് വരട്ടിയെടുക്കാം. മസാല അങ്ങട് മൊരിച്ചെടുക്കാം, സോർട്ട് ചെയ്തെടുക്കാം. എനിക്കിത് എൻ്റെ വാവ പറഞ്ഞു, മമ്മി സോർട്ട് ചെയ്തെടുക്കാമെന്ന് പറയുന്നു. അതേ ആ മസാല ഇങ്ങനെ അങ്ങോട്ട് നല്ല ഹുറുന്നാവുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ആ ഇറച്ചി വെന്ത വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കുറുകുമുണ്ടല്ലോ. ഓ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ, നല്ല രസമുള്ളൊരു സ്മെല്ല്. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചി മോനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ല പാകമായി കറക്റ്റായിട്ടാണ് മസാലയിൽ കിടന്നിട്ട്. സാധാരണ ഭയങ്കര മൂപ്പുള്ള ഇറച്ചികൾ വേവിക്കണ പോലെ വേവിച്ചു, ഇത് അത്ര അധികം മൂപ്പില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പക്ഷെ ഇപ്പം വെന്തളിഞ്ഞിട്ടില്ല, നല്ല ഭാഗം. പിന്നെ ഇരുന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്തളിയാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചക്കയും വേവിക്കാൻ വെക്കണം. ഇറച്ചി വെന്ത കുക്കറിലോട്ട് തന്നെ നമുക്കത് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. ചക്കക്കുരു വേണം, ചക്കക്കുരു ഇല്ലെങ്കിൽ ഇങ്ങനെ രസം ഉണ്ടാവില്ല. കുറച്ച് ചക്കക്കുരു വേണം. ചക്കക്കുരു നല്ലതാണ് എൻ്റെ തീയ കഴിച്ചാൽ. ഇതിൽ ഫുള്ള് കൊള്ളുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് വെന്ത് കിട്ടും. പക്ഷെ ദൈവം ചക്ക എൻ്റെ ഉള്ളിൽ കുടുങ്ങിയല്ലോ. നമുക്ക് വേണോ? അയ്യോ ചക്ക ബാക്കി, ഇത്രയും ചക്ക ബാക്കിയുണ്ട്. അപ്പോൾ അത് വേറെ വെച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഈ മഞ്ഞൾപ്പൊടി ലേശം, ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് അടച്ചൊരു ഒറ്റ വിസിലെടുക്കാം. സൂപ്പർ. അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കുക്കറാശാൻ വയ്ക്കാം. കുക്കറാശാൻ ഇരിക്കട്ടെ. ഒരു തവണയിട്ട് വെന്തുതേ മാറ്റി ഇനി അടുത്ത തവണയ്ക്കുള്ളത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റാത്തതുകൊണ്ടേ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു. കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കാൻ ഇതാ തേങ്ങയിൽ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, 2-3 വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാതെ തേങ്ങ ഒതുക്കിയെടുത്തു. ഇനി അടുത്ത ഭാഗം കൂടി റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് ഒരുമിച്ചുകൊണ്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ബാക്കി ഭാഗം കൂടി വെന്ത് ഒന്ന് ആവി കയറിയത് അപ്പോഴത്തേനും വേവും. നല്ല നൂറുള്ള ചക്ക ചെയ്തുകൊണ്ട് പെട്ടെന്ന് വേവുണ്ട് ആവി കയറുമ്പോഴത്തേനും. ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയതൊക്കെ ഇട്ടിട്ടേ ഒന്ന് ഒതുക്കിയെടുക്കാം. ശരിക്കും നല്ല വലിപ്പമുള്ളൊരു പാത്രം വേണം ഒന്ന് ഒതുക്കിയെടുക്കാൻ. കൂട്ടിലേക്ക് എടുത്തതിന് വെറുതെ ഇതാകുമ്പോൾ മെല്ലെ നമുക്ക് ഇതിനകത്ത് അങ്ങോട്ട് ഒതുക്കി നോക്കാം, പറ്റിയിരിക്കും. ശരിക്കും പണ്ടത്തെ കാരണവർ എങ്ങനെ ചെയ്യുന്നറിയോ, ഒരു കാലം എടുക്കും. ആ കാലത്തിൻ്റെ ഉള്ളിനകത്ത് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു മരത്തിൻ്റെ തവിയുണ്ട് കേട്ടോ,
ആ മരത്തവിയോണ്ട് ഇങ്ങനെ ഉടച്ചങ്ങോട്ട് ചേർക്കും. ഇങ്ങനെ കുത്തി 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 അങ്ങനെ നന്നായിട്ടാണ്ട് ഒതുക്കി ചേർക്കും. അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിൽ വറുത്തിടും. കടുക് വറുത്തിട്ടിട്ട് നമുക്ക് ഞാൻ വിചാരിക്കണതേ ഇറച്ചിയൊക്കെ എല്ലാവർക്കും കൂടി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കഴിച്ചാൽ മതി. അപ്പൊ മിക്സ് ചെയ്യണ്ട, കറി അതിന്റെ ആവശ്യത്തിന് ഇട്ടിട്ട് കഴിക്കാം. അതാ നല്ലത്. ഇപ്പൊ തീയക്കാണെങ്കിൽ എരിവും പറ്റൂല. അപ്പം അങ്ങനെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഓൾറെഡി കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മുരിഞ്ഞങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കതങ്ങോട്ട് നമ്മുടെ ചക്കയിലേക്ക് ചേർക്കാം. ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക മണമാണ്. അയ്യോ, മണോ സ്മെല്ലൊക്കെ ഒന്ന് തന്നെയാണ്. രുചി എന്നാണ് പറയാവുന്നത് കേട്ടോ. സോറി, ഇനി അതൊന്നും പിടിച്ചു കയറരുത്. പ്രത്യേക സ്മെല്ലും പ്രത്യേക രുചിയും ടേസ്റ്റുമാണ് കേട്ടോ. ആയിട്ടില്ല, അത് നന്നായിട്ടൊന്ന് മൂടിയിട്ട്. ആഹാ, എന്തെത്ര ധൃതി ചേച്ചി. ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉള്ളിയുടെ വാട്ടിയ സ്മെല്ല് വരും. പക്ഷെ അത് അങ്ങനെ അല്ലേ, കുറച്ചധികം ഇടണം. പക്ഷെ നമുക്ക് അത്ര മതി. ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ കൈ പൊള്ളണമുണ്ട്. ഞാൻ ചെറിയ സ്പൂൺ എടുത്തോണ്ട് നല്ലോണം കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുരിഞ്ഞ ഒന്നുകൂടി ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ല എൻ്റെ മാഷേ, എൻ്റെ കൈ പൊള്ളും. ഒരു ലേശം ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് അതിനെയും ചേർക്കാം. ഇനി ഞങ്ങൾ പാടി ഇന്നിപ്പോൾ ഞായറാഴ്ചത്തെ സ്പെഷ്യലുണ്ടോ ഞങ്ങളുടെ ഇത് കപ്പന ചക്ക അല്ല സോറി ചക്ക എന്നെ പോലെ തുടങ്ങി ചക്കപ്പുഴുക്കും ഇറച്ചിക്കറി. നമ്മൾ ചക്ക ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട, മിക്സ് ചെയ്യണില്ല. എല്ലാം കണക്ക് തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറച്ചിയിട്ട് മിക്സ് ചെയ്യണതാണ് ചക്ക ബിരിയാണി എന്നൊക്കെ പറയണേ. പക്ഷേ എങ്ങനെയുണ്ട് സാധന നോക്കാണ്ട് കപ്പയും ചാറും ഇറച്ചി വെക്കുന്നില്ല.